കൂട്ടുകാരെ, ഞാനിന്ന് വന്നിരിക്കുന്ന ഒരു കിടുക്കാച്ചി പ്രൊഡക്റ്റിനെ പരിചയപ്പെടുത്താനാണ്. ഇത് ലോഞ്ച് ചെയ്തിട്ട് കുറച്ചായി. പക്ഷേ ഇത് പരിചയപ്പെടുത്താനുള്ള കാറെന്ന് പറഞ്ഞാൽ 100% വാല്യൂ ഫോർ മണിയായ ഒരു പ്രൊഡക്റ്റാണ്. MIയുടെ ബ്ലൂടൂത്ത് സ്പീക്കർ ബേസിക് 2. നിങ്ങൾ ആരെങ്കിലും ബ്ലൂടൂത്ത് സ്പീക്കർ മേടിക്കാനുണ്ടെങ്കിൽ ധൈര്യമായിട്ട് മേടിക്കാം. കാരണം 100% വാല്യൂ ഫോർ മണിയാണ്. ഇത് ഞാനൊരു 6 മാസത്തോളമായി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രൊഡക്റ്റാണ്. നമുക്ക് വാല്യൂ ഫോർ മണിയായ പ്രൊഡക്റ്റുകൾ ഈ ചാനലിലൂടെ അൺബോക്സ് ചെയ്യണമെന്നാണ് എൻ്റെ ആഗ്രഹം. അതുകൊണ്ടാണ് ഞാൻ ഈ സ്പീക്കർ ഇന്ന് തിരഞ്ഞെടുത്തത്. നിങ്ങൾ ആരെങ്കിലും ബ്ലൂടൂത്ത് സ്പീക്കർ മേടിക്കാൻ പോകുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ സൗണ്ട് കേട്ടതിന് ശേഷം മാത്രമാണ് നിങ്ങൾ വേറെ ഒരു ബ്ലൂടൂത്ത് സ്പീക്കർ മേടിക്കാവുള്ളൂ. നമുക്ക് ജസ്റ്റ് ഇതൊന്ന് ഓപ്പൺ ചെയ്ത് കാണാം. ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ ജസ്റ്റ് ഒരു പേപ്പർ വർക്ക് ഉണ്ട്. പേപ്പർ വർക്കിൽ അതിൻ്റെ പെയറിംഗ് ഇൻഫർമേഷനാണ് കൊടുത്തിരിക്കുന്നത്. പെയർ എങ്ങനെ ചെയ്യാം, അതേപോലെ തന്നെ അതിൻ്റെ ബ്ലൂടൂത്ത് വെർഷൻ കൊടുത്തിട്ടുണ്ട്. ബ്ലൂടൂത്ത് വെർഷൻ, അതിൻ്റെ ചാർജിങ്ങിൻ്റെ ഒരു ഇതൊക്കെ കൊടുത്തിട്ടുണ്ട്, ഇംപിഡൻസ് കൊടുത്തിട്ടുണ്ട്. അതൊക്കെ നമുക്ക് മാറ്റി വയ്ക്കാം. പേപ്പർ വർക്കൊക്കെ മാറ്റി വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഡയറക്റ്റ് പോകുന്ന സ്പീക്കറിലേക്കാണ്. സ്പീക്കർ ഇങ്ങനെയാണ് കിട്ടുന്നത്. നമുക്കൊരു വൈറ്റ് കളറിലാണ് കിട്ടുന്നത്. നമുക്ക് ഇത് എടുത്ത് നോക്കാം. സ്പീക്കർ മാത്രമേ ഉള്ളൂ, ബോക്സിൽ മറ്റൊന്നുമില്ല, ചാർജിങ് കേബിളൊന്നുമില്ല. നമുക്ക് ഒരു പ്രീമിയം ബിൽഡ് ക്വാളിറ്റി എന്ന് പറയാം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയ്ക്ക് മനോഹരമായ ഒരു ബ്ലൂടൂത്ത് സ്പീക്കറാണ്. വൈറ്റ് കളറിൽ അലുമിനിയം ബോഡിയിൽ, അലുമിനിയത്തിൻ്റെ ഒരു കളറിൽ തന്നെയാണ് അലുമിനിയം ബോഡിയിൽ ഇത് വന്നിരിക്കുന്നത്. ഇതിന് പുറകിലായി ഒരു ഓക്സ് കേബിളും ചാർജിങ് ഡോക്കും ആണ് കൊടുത്തിരിക്കുന്നത്. മറ്റൊന്നും തന്നെ കൊടുത്തിരിക്കുന്നില്ല. അതിമനോഹരം എന്ന് പറയാം. പിന്നെ ഇതിൻ്റെ കൂടെ ഒരു പവർ ബട്ടണും പ്ലസ് ആൻഡ് മൈനസ് ബട്ടണും മാത്രമാണ് ഇതിൻ്റെ കൂടെ കൊടുത്തിരിക്കുന്നത്. ലുക്ക് വൈസ് നോക്കുവാണെങ്കിൽ അടിപൊളി എന്ന് പറയാം. അടിപൊളിയാണ്. പിന്നെ ലുക്ക് വൈസ് മാത്രമല്ല, ഇതിൻ്റെ സൗണ്ട് ക്വാളിറ്റിയും അടിപൊളി ആയതും കൊണ്ടാണ് ഞാൻ ഈ പ്രൊഡക്റ്റിനെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. ഈ പ്രൊഡക്റ്റിനെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് വേറെ ഒന്നും പറയാനില്ല. കാരണം വാല്യൂ ഫോർ മണി എന്ന് പറയാം. ഞാൻ മേടിച്ചത് ഇത് 1799 രൂപയ്ക്ക് ഒരു ഷോപ്പിൽ നിന്നാണ്. കാരണം ഫ്ലിപ്കാർട്ടിലോ ആമസോണിലോ അതേപോലെ തന്നെ MIയുടെ ആപ്പിലോ ഈ പ്രൊഡക്റ്റ് അവൈലബിൾ അല്ലായിരുന്നു. എന്നാൽ ഈ കുറച്ച് നാളുകൾക്ക് മുമ്പ് ഈ പ്രൊഡക്റ്റ് MIയുടെ ആപ്പിൽ ലഭിച്ചിരുന്നു എന്നാണ് പറയുന്നത്. വെറും 799 രൂപയ്ക്ക്. 799 രൂപയ്ക്ക് കിട്ടിയത് എനിക്ക് അറിയാൻ പറ്റാത്ത ഭയങ്കര നഷ്ടമായി എന്നാണ് തോന്നുന്നത്. കാരണം എന്ന് വെച്ചാൽ ഞാൻ ഒരെണ്ണം കൂടി മേടിച്ചേന് അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ. കാരണം അത്രയ്ക്കും വാല്യൂ ഫോർ മണി ആയതുകൊണ്ടാണ് ഞാൻ ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. കൂട്ടുകാരെ, ഇത് നമുക്ക് ജസ്റ്റ് ഒന്ന് ഓണാക്കി നോക്കാം. ജസ്റ്റ് പവർ ബട്ടൺ പ്രസ് ചെയ്ത് പിടിച്ചാൽ മതി. ഓണായിരിക്കുകയാണ്. അപ്പോൾ ഓണായി വരുമ്പോൾ തന്നെ നമുക്ക് ഇങ്ങനെ ഒരു ഇൻഡിക്കേറ്റർ ബ്ലിങ്ക് ചെയ്യുന്ന കാണാം. കാരണം നമ്മളിത് പെയർ ചെയ്തിട്ടില്ലാത്തതുകൊണ്ടാണ് ഈ ഇങ്ങനെ ബ്ലിങ്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പെയർ ചെയ്താൽ അപ്പം തന്നെ ഇതിൻ്റെ ലൈറ്റ് കോൺസ്റ്റൻ്റ് ആവുന്നതാണ്. നമുക്കൊന്ന് പെയർ ചെയ്ത് നോക്കാം. ഞാനിത് ഓൾറെഡി പെയർ ചെയ്തിരിക്കുന്നതാണ്. ഇതിൻ്റെ നെയിം കാണിക്കുന്നത് XMFHZ02 എന്നാണ്. ഓൾറെഡി പെയർ ചെയ്തിരിക്കുന്നതായതുകൊണ്ട് തന്നെ നമുക്ക് ഒരു ഇതിന് എന്താ പറയുക, നമുക്കൊരു ചെറിയ ഡിലേ വരും. അത് ഈ ഫോണിൻ്റെ ആയിരിക്കാം ചിലപ്പോൾ. മറ്റു ഫോണുകളിൽ അങ്ങനെ വരണമെന്നില്ല. നമുക്ക് ജസ്റ്റ് കണക്റ്റ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പം തന്നെ നമുക്ക് ഇത് പെയറിങ് കട്ടായി പോയായിരുന്നു എന്ന് തോന്നുന്നു. കാരണം പെയർ ചെയ്യാൻ ചോദിക്കുന്നുണ്ട്, ഒന്നോടെ പെയർ ചെയ്യാൻ ചോദിക്കുന്നുണ്ട്. പെയർ ആയിരിക്കുകയാണ്. ഇപ്പോൾ പെയർ ആയിട്ടുണ്ട്. LED കോൺസ്റ്റൻ്റ് ആയി. നമുക്ക് ഇനി ഒരു പാട്ട് വെച്ച് നോക്കാം. പാട്ട് വെച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാട്ട് വെച്ച് നോക്കുമ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്ത് നമ്മൾ വീഡിയോയിൽ അത്ര ഇതിൻ്റെ ഒറിജിനാലിറ്റി കിട്ടണമെന്നില്ല. കാരണം നമുക്ക് ഇത് ഡയറക്റ്റ് കേട്ടാൽ മാത്രമാണ് നമുക്ക് ഇതിൻ്റെ സൗണ്ട് ക്വാളിറ്റി നമുക്കറിയാൻ പറ്റുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ആരെങ്കിലും ഈ സൗണ്ട് കേട്ട് നിങ്ങൾ വിഷമിക്കരുത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഒറിജിനൽ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ കണ്ട് ഇതിൻ്റെ സൗണ്ട് കേട്ടതിന് ശേഷമാണ് നിങ്ങൾ ഇതിൻ്റെ ക്വാളിറ്റിയെക്കുറിച്ച് പറയാനുള്ളൂ. നമ്മൾ ഓണാക്കുമ്പോൾ ഫുൾ സൗണ്ടിലല്ല വരുന്നത്, ഒരു 50% വോളിയത്തിലായിരിക്കും വരുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. നമുക്ക് സൗണ്ട് ഒന്ന് കൂട്ടി നോക്കാം. DJ RJ
കൂട്ടുകാരെ, നമുക്ക് ഈ ഓളയത്തിൻ്റെ കീയിൽ ഞെക്കിപ്പിടിച്ച് കഴിഞ്ഞാൽ ഫുൾ സൗണ്ട് കുറഞ്ഞു പോകുന്നതാണ്. പിന്നെ നമ്മൾ ജസ്റ്റ് ടാപ്പ് ചെയ്ത് കയറി വരുമ്പോഴാണ് സൗണ്ട് കൂടി വരുന്നത്. അല്ലെങ്കിൽ ടാപ്പ് ചെയ്ത് പിടിച്ചാലും പെട്ടെന്ന് ഫുൾ സൗണ്ടിലേക്ക് വരുന്നതാണ്. കൂട്ടുകാരെ, ഒന്നും പറയാനില്ല. എൻ്റെ സൗണ്ട് ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ മനോഹരം എന്ന് പറയാം, അതിമനോഹരം. ബിൽഡ് ക്വാളിറ്റി പോലെ തന്നെ സൗണ്ടും മനോഹരമാണ്. നമുക്ക് കേൾക്കാൻ, നമുക്ക് ഇതിൽ നിന്ന് നമുക്ക് വേറെ ഒരു സ്പീക്കറും കേൾക്കാൻ പോലും നമുക്ക് തോന്നില്ല. അത്രയ്ക്കും മനോഹരമാണ് ഇതിൻ്റെ സൗണ്ട് ക്വാളിറ്റി. കൂട്ടുകാരെ, നിങ്ങൾ ആരെങ്കിലും ബ്ലൂടൂത്ത് സ്പീക്കർ മേടിക്കാനിരിക്കുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ സൗണ്ട് കേട്ടതിന് ശേഷം മേടിക്കുക. എനിക്ക് 100% വാല്യൂ ഫോർ മണി ആയതുകൊണ്ടാണ് ഞാൻ ഈ പ്രൊഡക്റ്റിനെ പരിചയപ്പെടുത്തിയത്. നമ്മുടെ ചാനലിൽ കൂടെ പരിചയപ്പെടുത്താൻ ഉദ്ദേശിക്കുന്ന 100% വാല്യൂ ഫോർ മണി ആയിട്ടുള്ള പ്രൊഡക്റ്റുകളാണ്. ഇത് ലോഞ്ച് ചെയ്തിട്ട് ഏകദേശം 2 കൊല്ലത്തോളമായി. എങ്കിൽ പോലും കൂട്ടുകാരെ, നമുക്ക് നല്ലതായിട്ട് തോന്നുന്ന ഐറ്റങ്ങൾ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണം. കാരണം അത് ഞാൻ പ്രത്യേകം എടുത്ത് കാണിക്കാൻ ശ്രമിക്കുന്നതാണ്. കാരണം നമുക്ക് 100% വാല്യൂ ഫോർ മണി ആയിട്ടുള്ള പ്രൊഡക്റ്റുകളാണ് ഈ ചാനലിലൂടെ കാണിക്കണമെന്ന് എനിക്ക് ഉദ്ദേശിക്കുന്നത്. കൂട്ടുകാരുടെ എല്ലാവിധ സപ്പോർട്ടും ഞാൻ പ്രതീക്ഷിക്കുന്നു. വീഡിയോ ഇഷ്ടമായി നിങ്ങൾ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, പുതിയ പ്രൊഡക്റ്റുകളെ കുറിച്ചും കമൻറ്റ് ചെയ്യുക. അതേപോലെ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റായിട്ട് ചോദിക്കുക. ഞാനിത് പെട്ടെന്നാണ്, എനിക്ക് അത്യാവശ്യം അറിയാവുന്ന കാര്യങ്ങൾ ജസ്റ്റ് പറഞ്ഞു എന്നുള്ളൂ, വീഡിയോ നീട്ടിക്കൊണ്ട് പോകാണ്ടിരിക്കാൻ വേണ്ടി. നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതേപോലെ വാല്യൂ ഫോർ മണി ആയിട്ടുള്ള പ്രൊഡക്റ്റുകളാണ് ഇനി വരും നാളുകളിൽ ഞാൻ അൺബോക്സ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അൺബോക്സ് ചെയ്യുക. അതേപോലെ നിങ്ങൾക്ക് എന്ത് ടെക്നോളജിക്കൽ പരമായുള്ള സംശയങ്ങൾ, എനിക്കറിയാവുന്ന എല്ലാ സംശയങ്ങളും ഞാൻ പറഞ്ഞു തരുന്നതാണ്. നിങ്ങൾക്ക് കമൻറ്റായിട്ട് ചോദിക്കാവുന്നതാണ്.